നമസ്കാരം കൂട്ടുകാരെ, ഇത് ഇറ്റ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുബൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ് റോളിനുള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു പൗഡിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണമാണ്, അതിനെ ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞിട്ടുള്ളതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കനം കുറച്ച് ആണ് അരിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുക്കുംബർ നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ കാബേജ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഒരല്പം മാത്രം, അതായത് പാകത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി ചപ്പാത്തി നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്നിവിടെ എഗ് റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തിയാണ് എടുക്കുന്നത്. ഈ 2 ചപ്പാത്തിയെ നമുക്കൊന്ന് പരത്തി എടുക്കാം. ഇവിടെ ഞാൻ മീഡിയം വട്ടത്തിലുള്ള ഒരു 2 ചപ്പാത്തിയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ 2 ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 എഗ് റോളാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 മുട്ട എടുക്കുന്നത്. ഒരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്നായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചപ്പാത്തി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വശം വെന്ത് കഴിയുമ്പോൾ അടുത്ത വശത്തേക്ക് മറച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ 2 ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കാം. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒരൽപ്പം മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. മയണൈസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരൽപ്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുറച്ച് മാത്രം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല കൂടുതൽ ഫില്ലിംഗ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊന്ന് റോളാക്കി എടുക്കാം. ഇപ്പം നമ്മളുടെ ചപ്പാത്തി റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ മടക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് പുറത്ത് പോവാതെ നല്ല ഇതിൽ കഴിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് റോളാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.